ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടെസ്റ്റ് പ്രാക്ടീസ് മത്സരം അവസാനിച്ചു. ഇന്ത്യ ജയിച്ചു. ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഇന്ത്യ നടത്തിയായിരുന്നു. ബാറ്റിംഗ് ഓർഡിനകത്ത് ചേഞ്ചസ് വരുത്തിയായിരുന്നു. എല്ലാവർക്കും ബാറ്റിംഗ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. സിറാജിനും ബാറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. സിറാജ് വന്നിട്ട് 200 സ്ട്രൈക്ക് റേറ്റിൽ കിടില ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു. 4 സിക്സ് അടിച്ച് ഒരു സ്പിന്നറിന് ഒരു 4ഉം 200 സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട് മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണ് സെക്കൻഡ് ഇന്നിങ്സിൽ. സോ അത്ര ബ്രില്യൻ്റ് ആയിട്ട് സിറാജ് വന്നിട്ട് ബാറ്റ് ചെയ്ത് ചോദിച്ച് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഗൗതം ഗംഭീറിൻ്റെ അടുത്തും ബാറ്റിംഗ് കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ബാറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച് വന്നിട്ട് അവിടെ ബാറ്റ് ചെയ്തിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. അക്യൂറ്റ് നബി ആദ്യത്തെ ഇന്നിങ്സിനകത്ത് ബോളിംഗ് കൊടുത്തില്ലായിരുന്നു. രണ്ടാമത്തെ ഇന്നിങ്സിൽ ബോളിംഗ് കൊടുത്തു. ഒരുവിധമുള്ള എല്ലാ ബോക്സും ഇന്ത്യ ടിക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരേ ഒരു ചോദ്യം, ഗൗതം ഗംഭീർ ഹാപ്പിയാണോ? ഗൗതം ഗംഭീറിൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ടായിരുന്നു ഈ ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട്. ശ്രീലങ്കയിൽ വെച്ച് തന്നെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ടായിരുന്നു. നമുക്കെതിരെ വന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ ഈ സീരീസിലൂടെ കൊടുക്കണം, നമ്മൾ ഈ സീരീസ് ജയിക്കണം. അത് ബാറ്റിങ്ങിലൂടെ ആണെങ്കിൽ ബാറ്റിങ്ങിലൂടെ, ബോളിങ്ങിലൂടെ ആണെങ്കിൽ ബോളിങ്ങിലൂടെ, നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ലപോലെ പെർഫോമൻസ് ചെയ്യണം. ശ്രീലങ്ക ഉയർത്തുന്ന ഏത് തരത്തിലുള്ള വെല്ലുവിളിയെ നമ്മൾ തരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കൊടുത്തായിരുന്നു. അത് കേട്ടിട്ട് ടീമിലുള്ള പ്ലേയേഴ്സൊക്കെ ഉണർന്ന് കാണുമായിരിക്കും, വാട്ടെവർ എന്ത് തന്നെ ആയാലും. പക്ഷേ ഗൗതം ഗംഭീർ ഹാപ്പിയാണോ? ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് പൊസിഷനായ നമ്പർ 5, നമ്പർ 6 ബാറ്റിംഗ് പൊസിഷനിൽ ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ ഹാപ്പിയാണോ? നമ്മൾ ഹാപ്പിയാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചോദിക്കാൻ ഉന്നയിക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ നമ്പർ 5 കളിക്കുന്നത് ഇന്ത്യയുടെ മുൻ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്താണ്. ഋഷഭ് പന്തിന് ഈ സീരീസിനകത്ത് വേണ്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഋഷഭ് പന്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭൂമി കിട്ടുന്നില്ല വീട് വെക്കാൻ വേണ്ടി എന്നുള്ളൊരു കൺസേൺ ആണ്. രാത്രി 12 മണിക്കൊക്കെ മെസ്സേജ് അയക്കുകയാണ് അല്ലെങ്കിൽ ട്വീറ്റ് ചെയ്യുകയാണ് അവരുടെ മുഖ്യമന്ത്രിക്ക്, എനിക്ക് വീട് വെക്കാൻ സ്ഥലം കിട്ടുന്നില്ല, എനിക്ക് ഭൂമി തായോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്വീറ്റ് ചെയ്യലാണ്. പക്ഷേ ബാറ്റിങ്ങിനകത്ത് ആ ഒരു പെർഫോമൻസ് വരുന്നുണ്ടോ? ഇന്ത്യയുടെ മാച്ച് വിന്നറാണ്, ഒരു സംശയമില്ല. WTC ഫൈനലിലോട്ട് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ, ന്യൂസിലാൻഡിൽ സീരീസ് ജയിക്കണമെങ്കിൽ ഒക്കെ ഋഷഭ് പന്തിൻ്റെ ഒരു പെർഫോമൻസ് വേണമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഗാബയിലെ ഹീറോ ആണെന്ന് എനിക്കറിയാം. വയ്യാത്ത കാലം കൊണ്ട് ഇംഗ്ലണ്ടിൽ വന്ന് ബാറ്റ് ചെയ്ത ഒരു പ്ലെയർ ആണെന്നും എനിക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രകടനം വെച്ചിട്ട് എത്ര പേര് ഹാപ്പിയാണ്? ഗൗതം ഗംഭീർ ഹാപ്പിയാണോ? ഇന്ന് ഋഷഭ് പന്തിൻ്റെ ഈ ഒരു പെർഫോമൻസിന് ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. പെട്ടെന്നാണ് ഋഷഭ് പന്തിൻ്റെ മേലിൽ നിന്ന് വൈസ് ക്യാപ്റ്റൻസി എടുത്തു മാറ്റുന്നത്. എന്താണ് അതിനുള്ള കാരണം നമുക്കറിയാം. സൗത്ത് ആഫ്രിക്ക സീരീസ് തോറ്റപ്പെടുത്തതിന് മീഡിയയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഗൗതം ഗംഭീർ പറഞ്ഞായിരുന്നു സൗത്ത് ആഫ്രിക്ക സീരീസിലെ പരാജയത്തിന് ഒരു കാരണം ഋഷഭ് പന്താണെന്ന് ഓപ്പണായിട്ട് മീഡിയയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുള്ളായിരുന്നു ഗൗതം ഗംഭീർ. ആ ഒരു ഷോക്കിൽ നിന്ന് എത്രമാത്രം റിക്കവർ ആയിട്ടുണ്ട് ഇന്ത്യയുടെ മാച്ച് വിന്നർ, എക്സ്പെഷ്യലി ടെസ്റ്റിലെ മാച്ച് വിന്നർ ആയിട്ടുള്ള ഋഷഭ് പന്ത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. 2 ഇന്നിങ്സിൽ നോക്കുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമായിരുന്നു ഋഷഭ് പന്ത്. നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ ഒരു 50 ഒരു 70+ റൺസ് കണ്ടെത്താൻ ഋഷഭ് പന്തിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഋഷഭ് പന്തിന് ആ ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഒരു വൈറ്റ് ബോളിലെ കൂട്ട് ഋഷഭ് പന്തിൻ്റെ ഫോം റെഡ് ബോളിലോട്ട് പോകുന്നുണ്ടോ? തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ടെസ്റ്റ് ക്രിക്കറ്റ്. ഏറ്റവും ബെറ്ററായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും നല്ലൊരു ടെസ്റ്റ് ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. ഇന്ത്യയുടെ മാച്ച് വിന്നറാണ്. പക്ഷേ ഇന്ത്യയുടെ മാച്ച് വിന്നർക്ക് എന്ത് പറ്റി? വൈസ് ക്യാപ്റ്റൻസി പോയതിൽ പിന്നെ എന്താണ്, ഒരു ദുഃഖത്തിലാണോ ഋഷഭ് പന്ത്? പൂർണ്ണമായിട്ട് റിക്കവർ ആയില്ലേ? വിരാട് കോഹ്ലിയുടെ ഇന്ന് ക്യാപ്റ്റൻസി പോയപ്പോഴത്തേന് 2 വർഷം വിരാട് കോഹ്ലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ആ ഒരു ഫോമിലോട്ട് വരാൻ വേണ്ടി. അതേപോലെയാണോ ഋഷഭ് പന്ത് സ്ട്രഗിൾ ചെയ്യുന്നത്? LSGന്ന് പുറത്തായി, ഡൽഹി നോക്കുവാണെങ്കിൽ അഭയം കൊടുത്തു. പക്ഷേ ടെസ്റ്റിൽ മുൻകാലങ്ങളിൽ കണ്ട ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതില്ല. ഇപ്പോഴല്ല, ഈ സീരീസ് മാത്രമല്ല പരിശോധിക്കുന്നത്, സൗത്ത് ആഫ്രിക്ക സീരീസും കൂടെ പരിശോധിക്കുകയാണെങ്കിൽ ഹയസ്റ്റ് സ്കോർ 4 ഇന്നിങ്സുകളിലായിട്ട് 29 റൺസാണ് 4 ഇന്നിങ്സുകളിൽ നിന്ന്. ആ ഒരു ബെറ്റർ പ്രകടനം സൗത്ത് ആഫ്രിക്ക സീരീസിൽ കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസ് മത്സരത്തിലോട്ട് വരുമ്പോഴത്തേന് നമ്പർ 5 എന്ന് പറഞ്ഞ ബാറ്റിംഗ് പൊസിഷനകത്ത് ഒരു കൺസേൺ ഉണ്ട്. എത്രമാത്രം ഫുള്ളി കോൺഫിഡൻ്റ് ആണ് ഋഷഭ് പന്ത്? ഋഷഭ് പന്തും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറും ഒരേ ലൈനിലാണോ? എന്തെങ്കിലും പ്രശ്നം ഡ്രസ്സിംഗ് റൂമിനകത്തുണ്ടോ? ആ ഒരു കോൺഫിഡൻസിലോട്ട് എന്തുകൊണ്ട് ഋഷഭ് പന്തിന് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ടീമിൽ 3 വിക്കറ്റ് കീപ്പർമാരാണ് കളിക്കുന്നത്. 3 വിക്കറ്റ് കീപ്പർമാർ. നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റ് എപ്പോഴും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബോർഡർമാർ, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാർ കളിക്കുന്ന ഒരു ഫോർമാറ്റാണ്. ഇവിടെ ഒരു 3 വിക്കറ്റ് കീപ്പർമാരാണ് ഉള്ളത്. KL രാഹുൽ, ധ്രുവ് ജുറേൽ, അതുപോലെ തന്നെ ഋഷഭ് പന്ത്. 3 പേരാണ് ഇവിടെ കളിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം WTC ഫൈനലിലോട്ട് ക്വാളിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഈ 2 സീരീസും ഇന്ത്യക്ക് ജയിച്ചാലേ കഴിയത്തുള്ളൂ. ഇനി ഇന്ത്യയുടെ മുമ്പിലുള്ളത് 9 കളിയാണ്. അതിൽ 8 കളിയോളം ഇന്ത്യക്ക് ജയിക്കണം. അവിടെയാണ് നമ്പർ 5 എന്നൊരു പൊസിഷനിനകത്ത് ഋഷഭ് പന്തിനെ അത്ര വലിയൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. മേ ബി ഋഷഭ് പന്ത് പെർഫോമൻസ് ചെയ്തേക്കാം. എനിക്ക് ഋഷഭ് പന്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, നമ്പർ 5 പോലെ ഒരു പൊസിഷനകത്ത് ഋഷഭ് പന്തിന് കോൺഫിഡൻസ് കിട്ടാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്?
എന്തെങ്കിലും ഒരു ഇഷ്യൂ ഡ്രസ്സിംഗ് റൂമിലത്തുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെയുള്ളൊരു ചോദ്യമാണ് നമ്പർ 6. നമുക്കറിയാം ശുഭ്മൻ ഗിൽ ഔട്ടായി കഴിയുമ്പോഴത്തേന് ഇന്ത്യൻ ടീമിൻ്റെ കൊളാപ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ODIയിലാണെങ്കിലും അത് ഇനി ടെസ്റ്റിലാണെങ്കിലും. ഈ ടെസ്റ്റ് വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്പർ 4 വരെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രശ്നമില്ല. പക്ഷേ നമ്പർ 5, നമ്പർ 6, നമ്പർ 6ലോട്ട് വരുവാണെങ്കിൽ ധ്രുവ് ജുറൈലാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആയിട്ട് കൂടെ കൂട്ടിയേക്കാണ്. പക്ഷേ ആക്ച്വലി പുള്ളി ഒരു വിക്കറ്റ് കീപ്പറാണ്. ആ ഒരു പെർഫോമൻസ് വിക്കറ്റ് കീപ്പർ എന്ന രീതിയിൽ, ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ ജുറൈലിന് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ ഒരു മത്സരം കൊണ്ടല്ല, ഈ 2 മത്സരത്തിനകത്തും ജുറൈൽ പരാജയമായിരുന്നു. ഈ ഒരു മത്സരം കൊണ്ട് മാത്രം ഞാൻ ജുറൈലിനെ വിലയിരുത്തുന്നില്ല. സൗത്ത് ആഫ്രിക്കയെതിരായിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഇന്ത്യ പരാജയപ്പെട്ടായിരുന്നല്ലോ. അവിടെ ജുറൈലിന് കണ്ടെത്താൻ കഴിയുന്നത് കേവലം 28 റൺസാണ്. 2 ടെസ്റ്റുകളിലുമായിട്ട് ധ്രുവ് ജുറൈൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന് കണ്ടെത്താൻ കഴിഞ്ഞ സ്കോർ 28 റൺസാണ്. സോ ഈ 2 പൊസിഷൻ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൊളാപ്സ് വന്നു കഴിഞ്ഞാൽ, നല്ലൊരു ചേസിന് വേണ്ടി ഇന്ത്യ പോവുകയാണെങ്കിൽ, നല്ലൊരു ടാർഗറ്റ് ഇന്ത്യക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ഈ 2 പൊസിഷനകത്ത് എക്സ്പെഷ്യലി എനിക്ക് ഋഷഭ് പന്തിൽ വിശ്വാസമുണ്ട്. ഇന്നലകളിൽ പ്രൂവ് ചെയ്ത ഒരാളാണ്. പക്ഷേ ജുറൈൽ എന്ന് പറഞ്ഞൊരു പ്ലെയറിൽ എനിക്ക് അത്രമാത്രം വിശ്വാസമില്ല. വലിയൊരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ കാണുന്നില്ല. മുൻകാലങ്ങളിൽ 2024 ഇംഗ്ലണ്ടിനെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് സീരീസിനകത്ത്. അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴത്തേന് ആ ഒരു ജുറൈലിനെ കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കറിയാം നല്ലൊരു പ്ലെയറാണ്, എല്ലാ ഷോട്ട് സെലക്ഷനും ഉള്ള ഒരു പ്ലെയറാണ്. ആ ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ധ്രുവ് ജുറൈലിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ധ്രുവ് ജുറൈൽ ഇന്ത്യൻ ടീമിൽ വരാനുള്ള മെയിൻ കാരണം ഒരു ഡൽഹിക്കാരനാണ്. അതുകൊണ്ട് ഗൗതം ഗംഭീർ ബാക്ക് ചെയ്യുന്നുണ്ട്. നമ്പർ 6 എന്ന് പറഞ്ഞൊരു പൊസിഷനകത്ത് ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിനകത്ത് ഇന്ത്യ ഒരു പരീക്ഷണത്തിന് പോകുകയാണോ? എന്നാൽ കുഴപ്പമില്ല. തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല എന്ന് മട്ടിൽ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ജുറൈൽ ഒരു രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് എക്സ്പെഷ്യലി സ്പിന്നർമാർക്കെതിരെ കാഴ്ച വെക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്ലെയറെ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വിശ്വസിച്ച് 2 ടെസ്റ്റ് കളിപ്പിക്കാൻ കഴിയും? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം, ശുഭ്മൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം, ഒരുപാട് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സീരീസിനകത്ത് ജുറൈൽ ഈ ഒരു പ്രാക്ടീസ് മത്സരത്തിലും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക സീരീസിനകത്തും ഒരു കോൺഫിഡൻസ് നൽകുന്നില്ല. സർഫറാസ് ഖാൻ ടീമിനൊപ്പം ചേരുന്നുണ്ട്. സ്പിന്നിനെതിരെ നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയർ, നമ്പർ 5, നമ്പർ 6 കളിക്കാൻ കഴിയാവുന്ന ഒരു സർഫറാസ് ഖാൻ ഉള്ളപ്പം ജുറൈലിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. അതൊഴിച്ച് വെച്ച് നോക്കിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ടീം ഏകദേശം പരിഹരിച്ചു. പക്ഷേ ഈ ഒരു പ്രശ്നം ഇന്ത്യക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഋഷഭ് പന്തിന് കോൺഫിഡൻസ് ഇല്ല. ധ്രുവ് ജുറൈൽ നോക്കുവാണെങ്കിൽ ഔട്ട് ഓഫ് ഫോം ആണോ, ഔട്ട് ഓഫ് റൺസ് ആണോ എന്നറിയില്ല. പക്ഷേ ഇന്ത്യ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുവാണെങ്കിൽ ആദ്യമേ ഉരുളുന്ന തല ഗൗതം ഗംഭീറിൻ്റെ ആയിരിക്കും. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ് ശ്രീലങ്കയിൽ നടക്കാൻ പോകുന്നത്. ജുറൈൽ സൗത്ത് ആഫ്രിക്ക സീരീസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേവലം 29 റൺസാണ് 2 ടെസ്റ്റിലുമായിട്ട് കണ്ടെത്തിയത്. അങ്ങനെ ഒരു പ്ലെയറുമായിട്ട് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഇന്ത്യൻ ടീം വിലയിരുത്തട്ടെ. സർഫറാസ് ഖാനെ കൂട്ട് സ്പിന്നർമാർക്കെതിരെ നല്ല റെക്കോർഡുള്ള ലോങ് ഇന്നിങ്സിൽ കളിക്കാൻ കഴിയാവുന്ന ഒരു പ്ലെയർ ടീമിനൊപ്പം ചേരുവാണെങ്കിൽ ഞാൻ ബാക്ക് ചെയ്യും. സർഫറാസ് ഖാൻ എന്ന് പറഞ്ഞൊരു പ്ലെയറിന് അവസരം കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും 13-ാം തീയതി ഒരു പ്രിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പോകാൻ ശ്രമിക്കാം.